ചെർപ്പുളശ്ശേരി റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA. ആധുനിക നിലവാരത്തോടു കൂടിയ റോഡ് ജനങ്ങൾക്ക് സമർപ്പിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന റോഡാണ് പുനർനിർമ്മാണം കാത്തുകിടക്കുന്നത്. ഈ റോഡ് എന്ന് നവീകരണം പൂർത്തിയാകുമെന്ന് ചോദ്യചിഹ്നവുമായി ജനങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ 3 കഴിഞ്ഞു. നവീകരണത്തിനു വേണ്ടി റോഡിൽ അരങ്ങേറാത്ത സമരമുറകളില്ല. വിവിധ രാഷ്ട്രീയ കക്ഷികൾ റോഡിലെ ചൊല്ലി സമീപിക്കാത്ത അധികാര കസേരകളില്ല. ഒറ്റപ്പാലം, ഷൊർണൂർ MLA-മാരും വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മേധാവികളും കേൾക്കാത്ത പഴികളില്ല. ഒടുവിലാണ് 2025 ഡിസംബറോടുകൂടി റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്ന ആത്മവിശ്വാസം പങ്കുവെച്ച് ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ രംഗത്ത് വന്നത്. പ്രഖ്യാപനം പാഴ്വാക്കാവരുതെന്ന ഒറ്റ അഭ്യർത്ഥന മാത്രമാണ് ജനങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ റോഡ് പൂർണ്ണമായും ചളിക്കുളമായി. ദിനം പ്രതി റോഡിൽ യാത്രക്കാർ തെന്നി വീണു. റോഡ് ട്രോളുകളിലും റീലുകളിലും ഇടം പിടിച്ചു. ഇപ്പോഴും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തികളുടെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച് കെ പ്രേംകുമാർ MLA ഫേസ്ബുക്കിൽ വീഡിയോ സന്ദേശം പങ്കുവച്ചത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54.29 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ, റോഡ് വീതി കൂട്ടുന്നതിനായി തടസ്സം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റൽ, കേബിളുകൾ മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും MLA പറഞ്ഞു. ഏവർക്കും നമസ്കാരം. ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി എന്നീ 2 പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ്. ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെയുള്ള ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിലെ 11 കിലോമീറ്റർ ദൂരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54.29 കോടി രൂപയ്ക്ക് ഈ പ്രവൃത്തിയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. അനങ്ങൻമലയുടെ താഴ്വാരത്തു കൂടിയാണ് ഈ റോഡിൻ്റെ ഈ 11 കിലോമീറ്റർ റീച്ചിൻ്റെ നല്ലൊരു ഭാഗം പോകുന്നത്. വെള്ളം റോഡിലേക്ക് കയറി റോഡ് നാശമാകുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. 28 കൾവർട്ടാണ് ഇതിൻ്റെ ഭാഗമായി ഈ പ്രവൃത്തിയിൽ നിർമ്മിക്കാൻ പോകുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. 2026 മാർച്ച് മാസം വരെ പ്രവൃത്തിക്ക് കാലാവധിയുണ്ട്. 11 കിലോമീറ്റർ ദൂരം ഏറ്റവും മാതൃകാപരമായ നിലയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈനുകൾ മാറ്റൽ, ടെലിഫോൺ ഉൾപ്പെടെയുള്ള കേബിളുകൾ മാറ്റൽ, അതുപോലെ തന്നെ ഈ പ്രവൃത്തിയുടെ ഭാഗമായി റോഡരികിൽ റോഡിന് നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. സ്വാഭാവികമായും മഴയുടെ ഭാഗമായി റോഡ് പണി വേഗതയിൽ നടക്കുന്നതിന് ചില പരിമിതികളുണ്ട്. യാത്രക്കാർക്ക് ഇപ്പോൾ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. നല്ല നിലയിൽ ഈ കാലാവസ്ഥയൊന്ന് മാറിയാൽ ഉടനെ തന്നെ നമുക്ക് പണി വേഗതയിൽ പൂർത്തീകരിക്കാനാകും. പ്രതീക്ഷിക്കുന്നത് 25 ഡിസംബർ 26 ജനുവരിയോട് കൂടി തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് BMMBC നിലവാരത്തിൽ പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ നമുക്ക് നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യമായിരിക്കും ലഭ്യമാവുക. ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡാണ് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ്. ശേഷിക്കുന്ന ഭാഗവും പൂർണ്ണമായി BMMBC നിലവാരത്തിൽ നവീകരിക്കാനാകും. നാട്ടുകാരുടെ നല്ല നിലയിലുള്ള പിന്തുണ, സഹകരണം ഈ പ്രവൃത്തികൾക്കെല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്, ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. എല്ലാവർക്കും നന്ദി. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി ഭാഗത്തെ കീഴൂർ വരെയുള്ള 11 കിലോമീറ്റർ ദൂരത്തിനിടെ റോഡിലേക്ക് ഭാവിയിൽ വെള്ളം കയറാതിരിക്കാൻ 28 കാൽവെട്ടുകളാണ് നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല.